ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഏതായാലും പപ്പേനെ കൂട്ടുപിടിച്ചാണ് വ്ളോഗല്ല ഇന്നത്തെ ഒരു കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ വന്നത്. കാരണം ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മെറൈൻ ഫീൽഡിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുള്ളതായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേരായി എൻ്റെ അടുത്ത് പറയുന്നത് ഒരു വീഡിയോ ചെയ്യണം ഇതിനെക്കുറിച്ച്, ഞങ്ങൾക്ക് കൂടി ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, മെറൈൻ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ അവർക്ക് ഈ കഴിഞ്ഞ ദിവസവും നിങ്ങളും ഞാൻ കൊടുക്കുന്ന റിപ്ലൈ കാണുന്നുണ്ടാവും. കാരണം എനിക്കിത് പറയാനറിയില്ല, എനിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങളൊന്നും പറയാനറിയില്ല. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പപ്പ പറയണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ രണ്ടുപേരാരെങ്കിലും പറയണം. ഇവർക്ക് ആർക്കും ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്ന് പറയാനോ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അവർക്ക് സാധിക്കണില്ല. അവരതിൽ തയ്യാറാകുന്നില്ലെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കുട്ടികൾ, അതായത് +2 പഠിക്കുന്ന കുട്ടികൾ, ചില കുട്ടികൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ, അവരുടെ പാരൻസിനെ കൂട്ടിയിട്ട് നിർബന്ധമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ റയനെയും റിച്ചാർഡിനെയും കണ്ടിട്ടാണ് അവർ പാരൻസിനെ കൂട്ടിയിട്ട് നിർബന്ധമായിട്ട് നമ്മളുടെ അടുത്ത് അതും ദൂരെ നിന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം അവർക്ക് എൻ്റെ വീഡിയോയിലൂടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ എനിക്ക് സാധിക്കണില്ല, എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് ശരിക്കും സങ്കടം തോന്നി. കാരണം അവർ ഒത്തിരി ദൂരം നിന്നാണ് പറഞ്ഞത് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പയുടെ ഫോൺ നമ്പറെല്ലാം മേടിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇനി ഭാവിയിൽ, അതായത് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നമ്പർ ഒന്ന് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ പപ്പയുടെ നമ്പറാണ് സാധാരണ കൊടുത്തു വിടുന്നത്. ഈ കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അന്വേഷിച്ചിട്ട്. പിന്നീട് പലരും നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് ഓരോ ഓഫീസുകളിൽ കോണ്ടാക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഓഫീസ് എവിടെയാണെന്ന് അറിയില്ലാതെയൊക്കെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നു. പിന്നെ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാതെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നടക്കുന്നതൊന്നും വീഡിയോയിലൂടെ പറയുന്നില്ലെന്ന് മാത്രം. അപ്പം ഞാൻ കുറേ ദിവസങ്ങളല്ല കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ്, റിച്ചാർഡ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇത് ആവശ്യപ്പെടുന്നുണ്ട്, ഈ കോഴ്സിലേക്ക് എങ്ങനെ കയറി. ഞാൻ പപ്പേനെ ഒന്ന് കൺവിൻസ് ചെയ്ത്. കാരണം ഇവിടെ ആളുകൾ വരുമ്പോൾ പപ്പ തന്നെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എനിക്കറിയില്ല പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ്, പപ്പ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തി, ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഈ ചോദിക്കുന്ന ആളുകൾക്ക് എനിക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് അങ്ങോട്ട് കൊടുക്കാം. അവർക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം വരുന്നുമില്ല, ഏകദേശം ₹1 അവർക്ക് കിട്ടും. അപ്പോൾ അതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ പപ്പ അങ്ങനെ സമ്മതിച്ച്. അങ്ങനെയാണ് ഞാനിന്നിപ്പോൾ പപ്പനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ യോഗ്യത, എങ്ങനെയാണ് അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളതായിരിക്കുള്ളൂ കൂടുതലും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതെന്താ പപ്പ ഈ കോഴ്സിൻ്റെ, ഇതിപ്പോൾ റയനും റിച്ചാർഡും പഠിച്ചേക്കുന്ന ആ കോഴ്സിൻ്റെ കാര്യം ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മെറൈൻ ഫീൽഡിൽ തന്നെ വരുന്ന വേറെ 2-3 കോഴ്സുകളുടെ കാര്യം കൂടി പറയാം. അപ്പോൾ റിച്ചാർഡും റയനും എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് ആദ്യം പോയത്, എന്തൊക്കെയാണ് ആദ്യം ചെയ്യാനുള്ളത്? +2 സയൻസ് ഗ്രൂപ്പാണ് നമുക്ക് എടുക്കാനുള്ളത്. +2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ആ എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ ജൂൺ മാസം ഏതാണ്ട് റിസൾട്ട് വരുന്ന ആ സമയത്ത് IMU എന്ന് പറയുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, അവരൊരു CET എൻട്രൻസ്, അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റ്, അത് എങ്ങനെ, ആ ടെസ്റ്റിലേക്ക് നമ്മൾ എന്താ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് എടുക്കാനുള്ളത്, എവിടെയാണ് അതിനെ നോക്കാനുള്ളത്? IMUവിന്റെ സൈറ്റിൽ പോകണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നുള്ള ആ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. അതനുസരിച്ചിട്ട് നമ്മൾ ആ കോഴ്സിന് അപ്ലൈ ചെയ്യും. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ DNS ഉണ്ട്. DNS എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ 2 മക്കളും എടുത്തേക്കുന്നത്. അത് ലീഡിങ് ടു BSc നോട്ടിക്കൽ സയൻസ് ആണ്. ടോട്ടലി 3 കൊല്ലമാണ്. 1 കൊല്ലം ട്രെയിനിങ് എഷോറിലും, അതായത് കരയിൽ 1 കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ 18 മാസത്തെ ട്രെയിനിങ് ഷിപ്പിലും സീ ടൈം വേണം. അപ്പൊ അതും അവിടെ അസൈൻമെന്റും ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവിടെ ട്രെയിനിങ് കോച്ചിങ് തരുന്നത്. അപ്പൊ അതിന് അവർക്ക് ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ പപ്പ പറഞ്ഞ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ റയനുള്ളത്. ഇപ്പൊ ഈ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറയൂലേ, അന്ന് പറഞ്ഞ പോലെ കേഡർഷിപ്പാണ് ഇപ്പൊ റയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റയൻ ഈ 1 വർഷം കോളേജിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഇനി അവൻ ഇപ്പൊ പോയിരിക്കുന്നത് 6 മാസത്തേക്കുള്ള ആദ്യത്തെ
കേഡറ്റ് ഷിപ്പിംഗ്. ഈ കേഡറ്റ് ഷിപ്പിംഗ് 3 തവണയായിട്ട് 6 മാസം വെച്ചിട്ട് 3 തവണയായിട്ട് 18 മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ റയൻ ഇപ്പോൾ പോയിരിക്കുന്നത് കേഡറ്റ് ഷിപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ട്രിപ്പാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി 6 മാസം കഴിഞ്ഞിട്ട് റയൻ തിരിച്ചു വരും. അതിനുശേഷം 6 മാസത്തേക്ക് വീണ്ടും വേറെ ഷിപ്പിലായിരിക്കും, ഒരേ ഷിപ്പിലായിരിക്കില്ല, വേറൊരു ഷിപ്പിലേക്ക് കയറണം. അതും കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് അടുത്ത വേറൊരു ഷിപ്പിലായിരിക്കുള്ളൂ അടുത്ത 6 മാസം കിട്ടുന്നത്. അങ്ങനെ ഒരു 18 മാസത്തെ ഈ സീ ടൈമും അതിനകത്തുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ റയനൊക്കെ പോയിരിക്കുന്നത്. അത് കുറെ പേർക്ക് ഒരു എന്താ പറയുക തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കമന്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മുടെ മക്കള് ഇങ്ങനെ ഇത് 1 വർഷം പഠിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആളുകൾ കമന്റ്സിൽ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, കാരണം കുറെ എഴുതേണ്ടി വരും. അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇതിലൂടെ പറഞ്ഞത്. ഇപ്പൊ റയനൊക്കെ അതിനകത്ത് ചെന്ന് കയറിയിരിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ടല്ല, പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. എങ്കിലും നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഈ പൈസ ഇപ്പൊ 18 മാസവും വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പൈസ വെച്ചിട്ട് അവര് തുടർന്ന് പഠനമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ജോലിയിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്, ജോലിയാണ് തുടർന്ന് നമ്മൾ കാലാകാലം ചെയ്യുന്നത് ജോലിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ഒരു മെറൈൻ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നാൾ ജോലി ചെയ്യുന്നുവോ അത്രയും നാൾ നമ്മൾ പഠിക്കാനുണ്ട്. കോഴ്സുകൾ റിന്യൂ ചെയ്യാനുള്ള കോഴ്സുകളുണ്ട്, പുതിയ കോഴ്സുകൾ ചെയ്ത് നമ്മൾ പ്രൊമോഷൻ അപ്ഗ്രേഡ് ചെയ്ത് പോകാനുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്യുന്നുവോ അത്ര നാൾ നമ്മൾക്ക് കോഴ്സുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റയൻ 12 മാസം അവിടെ കോളേജിൽ നിന്നിട്ട് പഠിച്ചു. അതിനുശേഷം 18 മാസം ഷിപ്പിൽ ജോലി ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് നേടി, ഓൺ ബോർഡ് ട്രെയിനിങ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് അറിയാൻ പാടില്ല, അതാണ് ഞാൻ പപ്പനെ ഇരുത്തിയേക്കുന്നത്. അപ്പൊ 18 മാസം റയൻ റിച്ചാർഡും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ റിച്ചാർഡ് ഓഫീസറായി കഴിഞ്ഞു. ഈ ഓഫീസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വർഷം അല്ലേ, 5-6 വർഷമെങ്കിലും എടുക്കും. 5-6 വർഷം എടുക്കും ഓഫീസറൊക്കെ ആയി വരണമെന്നുണ്ടെങ്കിൽ. ഓഫീസർ ആയാൽ മാത്രം പോരാ, 3rd ഓഫീസർ കഴിഞ്ഞ് 2nd ഓഫീസറിലേക്ക് അത് പ്രൊമോഷൻ ഇല്ലാതെ, അതായത് കോഴ്സുകളൊന്നും ചെയ്യാതെയാണ് 2nd ഓഫീസറിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഇപ്പൊ റിച്ചാർഡൊക്കെ ശരിക്കും 2nd ഓഫീസർ ആണ്, പക്ഷെ അവൻ കൂടുതൽ എക്സ്പീരിയൻസിന് വേണ്ടി 3rd ഓഫീസറിൽ തന്നെ ഇപ്പൊ 2 ഷിപ്പും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷിപ്പിൽ അവൻ പോയി വന്നതിന് ശേഷം ഇത്തവണ അവന് 2nd ഓഫീസറായിട്ടാണ് അവൻ കയറേണ്ടത് ഈ പുതിയ ഷിപ്പിലേക്ക്. പക്ഷെ എങ്കിലും അവന് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവന് പ്രൊമോഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ 3rd ഓഫീസറിൽ തന്നെ ഈ ഒരു ഷിപ്പ് കൂടി അവൻ ചെയ്തിട്ട് അടുത്ത് ചേർന്ന ഷിപ്പിലേക്ക് അവൻ 2nd ഓഫീസറിലേക്ക് കയറുന്നു. അപ്പൊ ഈ 2nd ഓഫീസറിലേക്ക് കയറുമ്പോൾ അതിന് കോഴ്സുകളില്ല അല്ലേ, നേരിട്ട് അപ്ഗ്രേഡ് ചെയ്ത് സെക്കൻഡ് ഓഫീസറാണ്. അപ്പൊ അതിനുശേഷം പിന്നെ അവൻ എക്സാമും കോഴ്സിന് ഇരിക്കണം, അത് ദൂരെ പോയി നിന്ന് പഠിക്കണം. ഒരു എത്ര മാസത്തെ കോഴ്സാണ് ഇപ്പൊ പുറത്തു പോയിട്ടെന്ന് വെച്ചാൽ ഡൽഹിയിൽ അല്ലെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് 4 മാസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണം. അതുകൂടാതെ മറ്റ് ഷോർട്ട് കോഴ്സുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഷോർട്ട് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ ഉണ്ട് കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും പറയണില്ല. പറയാൻ നേരത്ത് മറ്റേ ഫയർ ഫൈറ്റിംഗ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എവരി 5 ഇയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെല്ലാം 1 ഡേ കോഴ്സുകളാണ്. പക്ഷെ എങ്കിൽ വളരെ കൂടുതലാണ്. കാരണം ഇവരുടെ സാലറി കിട്ടുന്നത് വളരെ വലിയ ഹ്യൂജ് സാലറി മേടിക്കുന്നവരാണ് ഈ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ അവരുടെ കോഴ്സുകൾക്കും കൂടുതൽ പണം ചെലവുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ചെലവുള്ള ഒരു സംഭവമാണിത്. ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ചെലവ് വന്നേക്കുന്നത് എത്രയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് നമ്മൾക്ക് ഈ കോഴ്സിന് ചെലവ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല. അതാണ് ഇനി പറഞ്ഞു വല്ല. അപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപക്ക് ഈ കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി സ്പോൺസേർഡ് കമ്പനിയാണ്.
അതായത് സ്പോൺസർ ചെയ്ത് അവരുടെ കമ്പനിയിലെ ഷിപ്പിലേക്ക് അവർ ഇപ്പോൾ ഈ കേഡറ്റ് ഷിപ്പിങ്ങിന്റെ ഭാഗമായിട്ട് അവരുടെ ഷിപ്പിലേക്ക് തന്നെ സമയാസമയങ്ങളിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ ഒരു സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അവർ തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ ഷിപ്പിലേക്ക് തന്നെ ആ കമ്പനി കയറ്റിക്കൊണ്ടിരിക്കും സമയാസമയത്ത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ഇതുപോലുള്ള സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അത് നമ്മളുടെ കൊച്ചിയിലുണ്ട്. യൂറോടെക് ഐലൻഡില് യൂറോടെക് കാക്കനാട് യൂറോടെക്കിലുണ്ട് കോഴ്സുകളുണ്ട്. പക്ഷെ സ്പോൺസേർഡ് അല്ല. അപ്പൊ സ്പോൺസേർഡ് അല്ലെന്ന് പറയുമ്പോ ചെലവ് കുറയുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫീസ് അവിടെ എത്ര രൂപ? ഒരു 3 ലക്ഷം 4 ലക്ഷത്തിന് പഠിക്കാൻ പറ്റും അല്ലേ? ഒരു 3-4 ലക്ഷം രൂപക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ എന്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ഒരു കോഴ്സ് പഠിപ്പിച്ച് വിടാനേ പറ്റുള്ളൂ. ഒരിക്കലും അവർക്ക് ഷിപ്പിലേക്ക് കയറ്റാൻ പറ്റില്ല. അതാണ് ഈ സ്പോൺസർഷിപ്പുള്ള കമ്പനികൾ എന്ന് പറയുന്നത്. അവർക്ക് കയറ്റി വിടാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലത്തും ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിയണ്ട. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പഠിപ്പിച്ച് വിടും. അപ്പൊ നമ്മൾക്ക് ഈ സെയിം കോഴ്സ് തന്നെ ഇത്രയും ചുരുങ്ങിയ ചെലവിൽ പഠിച്ചിട്ട് പോരാ. പക്ഷേ ഷിപ്പിലേക്ക് ഈ 18 മാസത്തെ ട്രെയിനിങ്ങിന് 18 മാസം ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഒരു അറിവില്ലാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി ഷിപ്പിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ ഒരു കമ്പനി ഏറ്റെടുക്കൂല. അവരുടേതായ ഉത്തരവാദിത്തത്തിൽ ഒരു കമ്പനി ഏറ്റെടുക്കൂല. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ നമ്മളോട് ഒരു ഏജന്റ് ഫീ ആണ്. ഏജന്റ് ഫീ ആണ്. ഏജന്റ് പൈസ വാങ്ങിയിട്ടാണ് ഈ കുട്ടികളെ ഷിപ്പിലേക്ക് ഇപ്പൊ ഈ റയൻ പോയ പോലെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും രൂപ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കുറെ അലഞ്ഞ് തിരിയണം. ഏതൊരു കമ്പനിയാണ് നല്ലത്, എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുന്നതനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കും. ഏത് കമ്പനിയാണ് കൂടുതൽ പൈസ മേടിക്കാതെ കയറ്റുന്നത്. അപ്പൊ നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അത് നമുക്ക് വിശ്വാസവും കിട്ടില്ല. ഇത് എങ്ങനെയാണ് ചെന്ന് കയറുന്നത്, നല്ല കമ്പനി ആയിരിക്കില്ല. അപ്പൊ അത് നമുക്ക് ഷിപ്പ് പഴയതൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുകളാണ് അതിൽ സെയിൽ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു 5-6 ലക്ഷം രൂപ മേടിച്ച് ഒരു ഏജന്റ് ഫീ എന്നുള്ള കണക്കിന് മേടിച്ചിട്ടാണ് അവർ ഈ കുട്ടികളെ ഇപ്പൊ ഈ റയൻ പോയ പോലെ കയറ്റുന്നത് ഷിപ്പിലേക്ക്. അപ്പോൾ ആ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് തന്നെ ആകും. നമ്മൾ ഈ ചുരുങ്ങിയ ചെലവിൽ ഇവിടെയൊക്കെ എവിടെയെങ്കിലും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത്രയും എമൗണ്ട് അവർക്ക് കൊടുത്താലേ നമ്മൾക്ക് കേഡറ്റ് ഷിപ്പിങ്ങിലേക്ക് കയറാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല. ഇപ്പൊ റയൻ ആണെന്നുണ്ടെങ്കിലും റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിലും അവരെ സ്പോൺസർ ഉള്ള ആ ഒരു കമ്പനി റിച്ചാർഡിന്റെ കമ്പനി ESM എന്ന് പറഞ്ഞാൽ റയന്റേത് ആംഗ്ലോ ഈസ്റ്റേൺ. അപ്പൊ അങ്ങനെ ഈ 2 കമ്പനിയും സ്പോൺസർഷിപ്പ് ഉള്ളതാണ്. അവരുടെ കമ്പനിയിൽ ഒരുപാട് ഷിപ്പുകൾ ഉള്ളതാണ്. ആ ഷിപ്പിലേക്ക് തന്നെ നമ്മളുടെ കുട്ടികളെ സമയാസമയത്ത് അവർ കയറ്റി വിടും. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും എമൗണ്ട് ആകുന്ന കാര്യം അതാണ്. പിന്നെ ഈ റയന്റെയൊക്കെ DNS റിച്ചാൻഡൊക്കെ DNS അല്ലാതെ വേറെ കോഴ്സുകൾ ഏതാണുള്ളത്? അവിടെ കോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GP കോഴ്സ് ഉണ്ട്. GP ജനറൽ പർപ്പസ് ആണ്. GP കോഴ്സ് ഉണ്ട്. അത് കൂടാതെ അത് സീമന്മാർക്കുള്ളതാണ്. 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള കോഴ്സുകളാണ് 10th. അപ്പൊ അതിന് +1 +2 വേണ്ട. അപ്പൊ അതൊന്നും വേണ്ട. അത് ഒരു കോഴ്സാണ് GP കോഴ്സ്. അത് അധികം സാലറി ഒന്നും കിട്ടാത്ത ഒരു ജോബാണ് അല്ലേ? അത് ഓഫീസ് റാങ്കിൽ വരില്ല. ഓഫീസ് റാങ്കിൽ വരുന്നില്ല. ഇപ്പൊ റയന്റെയും റിച്ചാർഡിന്റെയും പപ്പടയൊക്കെ ഓഫീസ് റാങ്കിൽ വരുന്ന ജോലികളാണ്. പിന്നെ ഉള്ളത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളത് മറൈൻ എഞ്ചിനീയറിംഗ്. അത് വളരെ ഭയങ്കര സാലറി ഉള്ളതാണ് മറൈൻ എഞ്ചിനീയറിംഗ്. കൂടുതൽ സാലറി കൂടുതലാണ്. അതുപോലെ പഠിക്കണ ആ ഒരു ഫീസും വളരെ കൂടുതലാണ്. അത് 4 വർഷത്തെ കോഴ്സാണ്. അത് 4 വർഷത്തെ കോഴ്സ്. അത് റിച്ചാർഡിന്റെയും റയന്റെയും ഒക്കെ കോളേജിൽ ആ ഒരു കോഴ്സ് ഉണ്ട്. അത് കുറെ ബുദ്ധിമുട്ടുള്ള കോഴ്സാണ്. പക്ഷെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഭയങ്കര സാലറി അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കോഴ്സ് ഫീയും വളരെ കൂടുതലാണ്. അത് ഇവർക്ക് ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ഏത് സൈറ്റിലാണ് കയറേണ്ടത്? ഇതെല്ലാം ഇതിനകത്തുണ്ട്. IMUന്റെ സൈറ്റിലുണ്ട്. IMUന്റെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആണ് എല്ലാ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതും. അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കൂടുതലുള്ളത്. അപ്പൊ ഇവര് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പൊ എല്ലാ കോളേജും ഒത്തിരി കോളേജ് 10-15 കോളേജുകളുണ്ട്. വേറെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തുലാനി ഉണ്ട്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഉണ്ട്, മറ്റേ BP മറൈൻ ഉണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി 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 കമ്പനികളാണ് നമ്മളെ
ഇതിനകത്ത് സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്കിലും ഇത് പോപ്പുലർ ആയിട്ടുള്ള നല്ല കമ്പനികളാണ് ഇപ്പൊ റയനും റിച്ചാർഡൊക്കെ പോയിട്ടുള്ളത്. ആംഗ്ലോ ഈസ്റ്റേണും ഇപ്പൊ ടോപ്പ് കമ്പനികളിൽ ഒന്നാണ് ആംഗ്ലോ ഈസ്റ്റേൺ. ESMന്റെ തന്നെയാണ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ തുലാനി മാരിടൈം ഉണ്ട്, മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ഗ്രേറ്റ് ഈസ്റ്റേൺ ഉണ്ട്, പിന്നെ BP മറൈൻ ഉണ്ട് മുംബൈയിൽ. അങ്ങനെ ഒത്തിരി നമ്മൾ ആ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരുകളെല്ലാം എല്ലാ ലോകത്തുള്ള ഒരുവിധപ്പെട്ട നാടുകൾ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ചെലവും കൂടാതെ ഒരുപാട് നാടുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഈ റയനൊക്കെ പോയിട്ട് ഈ 18 മാസത്തെ കോഴ്സ് 3 തവണ കൊണ്ട് പോയി വന്ന് നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് MMD എക്സാം, കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. പിന്നെ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പിന്നെ അത് ജോലിയായി തുടർന്ന് പോകല ചെയ്യണത്. പിന്നെ ഈ എക്സാം ആണ്, അതിന്റെ കോഴ്സിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റിച്ചാർഡ് ഡൽഹിയിൽ പോയി നിന്ന് പഠിച്ചത് കുറെ പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഡൽഹിയിലായിരുന്നു. കൊറോണ കാലത്തിന് മുന്നെയാണ് റിച്ചാർഡ് ഡൽഹിയിൽ പോയി നിന്ന് പഠിച്ചത്. ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. അപ്പൊ കൊറോണ കാലത്തിന് മുന്നെയാണ് റിച്ചാർഡ് ഡൽഹിയിൽ പോയി 4 മാസത്തെ കോഴ്സ് ചെയ്ത് വന്നത്. അതായത് ഈ റയൻ പോയ പോലെ 18 മാസം പോയി വന്നതിന് ശേഷം ഡൽഹിയിൽ പോയി നിന്ന് പഠിച്ച് ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവർക്ക് എഴുത്ത് പരീക്ഷയും ഉണ്ട്, ഓറലും ഉണ്ട്. ഫേസ് ടു ഫേസ് നമ്മളിപ്പോൾ റിച്ചാർഡൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ കൊറോണ കാലത്തായിരുന്നു റിച്ചാർഡിൻ്റെയൊക്കെ ഓറൽ ടെസ്റ്റ് നടക്കണം. അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓഫീസുകളിൽ ചെന്ന് അവിടെ ഇരുന്നിട്ടാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ പറയണം. പിന്നെ റിട്ടേൺ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വേറെ അതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓറൽ ടെസ്റ്റൊക്കെ പാസ്സാകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതും പറയാം, നല്ല ബുദ്ധിമുട്ടാണ് ഓറൽ ടെസ്റ്റ് പാസ്സായി. മാക്സിമം ഒരു 2 തവണ തോപ്പിച്ചിട്ട് 3-ാം തവണയ്ക്ക് സംഭവം കൊടുക്കുള്ളൂ. കാരണം അത്രയും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഷിപ്പ് എന്ന് പറയുന്ന ഈ സംഭവത്തിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എത്രയോ വൻ അപകടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കും. അപ്പൊ അതില്ലാതാക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് അവർ ഈ ടെസ്റ്റുകൾ പാസ്സാക്കുന്നത്. അത് നല്ല ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണി തന്നെയാണ്. റിച്ചാർഡൊക്കെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി, പപ്പയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഓരോന്നും നേടിയിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് എന്ത് ഓഫീസറാണ്? അല്ല, അതിനു മുൻപ് ജൂനിയർ ഓഫീസറായിട്ടാണ് അവർ പിന്നെ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ആ ജൂനിയർ ഓഫീസറായിട്ട് ഇങ്ങനെ തേർഡ് ഓഫീസറിന്റെ കാര്യങ്ങൾ അതിൽ കണ്ടു പഠിക്കണം. നമ്മൾ ഷിപ്പിൽ തേർഡ് ഓഫീസർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ജൂനിയർ ഓഫീസറായിട്ട് കയറിയിട്ട് അത് കണ്ടു പഠിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങി കയറുന്നത് തേർഡ് ഓഫീസറായിട്ടാണ്. അപ്പൊ നല്ലൊരു സാലറിയിൽ നമുക്ക് കയറാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് സാലറി കിട്ടുന്നത് അല്ലേ? ജൂനിയർ ഓഫീസറായിട്ട് കയറുന്ന സാലറി ഉണ്ട്, കുറവായിരിക്കും. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ നല്ലൊരു എമൗണ്ട് ആണ് ഇവർക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ഓഫീസർ ഇത് നമ്മുടെ തേർഡ് ഓഫീസറായിട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നല്ല സാലറിയോടുകൂടി നമുക്ക് കയറാം. അപ്പൊ തേർഡ് ഓഫീസറായിട്ട് എത്ര നാള് സെയിൽ ചെയ്യണം? 1 ഇയർ സെയിൽ എന്ന് പറയുന്നത് 2 പ്രാവശ്യം കൊണ്ടായിരിക്കും സെയിൽ ചെയ്യേണ്ടത്. കാരണം 6 മാസത്തേക്ക്. കാരണം ഈ 6 മാസത്തേക്ക് മാത്രമേ ഇവർ എടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയിൽ നിന്ന് ചെയ്യുന്ന ഒരു ജോലിയല്ല. വളരെയധികം മനസ്സും ശരീരവും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും. കടലാണ്, പല അനുഭവങ്ങളും, അതിനും കാറ്റും കടലും എല്ലാം ശക്തമായി കഴിയാൻ നേരത്ത് നമുക്ക് മെന്റലി പ്രോബ്ലംസ് ഉണ്ടാവും. അത് കാരണം കൊണ്ടാണ് നമുക്ക് 6 മാസത്തേക്ക് മാത്രമാണ് അതിൽ കൂടുതൽ കൊടുക്കുക ILO അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അത് കഴിഞ്ഞു പോയാൽ നമ്മൾ ചിലപ്പോ ഡിപ്രഷൻ സ്റ്റേജിൽ ചിലപ്പോൾ നമ്മൾ സ്വയം വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വരുത്തി വെക്കുക, അല്ലെങ്കിൽ കൂടെയുള്ളവരുമായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടില്ലേ? അതിന്റെ അകത്തുള്ള ആളുകൾ തമ്മിൽ അത്രയും അടിയുണ്ടാകുന്നത് അവർക്ക് ഒരു ബന്ധവുമില്ല പുറം ലോകമായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഷിപ്പിന്റെ അകത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കരയിൽ നിന്ന് ചെയ്യുന്ന പോലെയുള്ള ജോലിയേ അല്ല. അപ്പൊ അത് വളരെ ആ ഒരു മനസ്സ് ഇല്ലാതെ ഒരിക്കലും നമ്മൾക്ക് ഈ ഷിപ്പിലെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റയന്റെ ആണെങ്കിലും റിച്ചാർഡിന്റെ ആണെങ്കിലും കൂടെയുള്ള പല കുട്ടികൾ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ട് പോയവരുണ്ട്. അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതലാണ്. പിന്നെ ഈ ഷിപ്പിലേക്ക് കയറുമ്പോഴുള്ള റോളിംഗ് ഉണ്ടല്ലോ, കടല് എന്താ പറഞ്ഞത്, റഫായി കഴിയുമ്പോ അപ്പൊ
കടൽ ക്ഷോഭിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഷിപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എടുത്ത് അലച്ച് മറിച്ചാണ് പോകുന്നത്. ആടി ഇപ്പൊ റയൻ തന്നെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയണം, മമ്മി മിക്കവാറും റോളിങ് വരുമ്പോഴത്തേക്കും കിടന്നുറങ്ങണമെങ്കിലും അടിച്ച് താഴെ വന്ന് വീഴണമെന്ന് പറഞ്ഞാൽ ആൾ ഉരുണ്ട് താഴെ വന്ന് വീഴും. അതുപോലെ ഷിപ്പിലുള്ള എല്ലാ സാധനങ്ങളും മറിഞ്ഞ് വീഴുകയും പൊട്ടയും ചിതറയും എല്ലാം ചെയ്യും. അപ്പോൾ എന്താ എല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് പിന്നെ നമുക്ക് വൊമിറ്റിങ് ഭയങ്കര ഇരിക്കുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അവസാനം ചോര വരെ വരുമ്പോൾ ചില ആളുകൾ ഇട്ടിട്ട് പോകും, ഇനി പറ്റില്ല എന്നുള്ള രീതിക്ക്. അപ്പം അങ്ങനെയുള്ള എല്ലാം കടന്നു വേണം ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട്. ഇതൊക്കെ അതെ, അഡ്വഞ്ചർ ലൈഫാണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോബാണിത്. അപ്പൊ അതനുസരിച്ച് അങ്ങനെയുള്ള മനസാന്നിധ്യം ഉള്ളവർക്ക് മാത്രമേ ഈ ജോബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കോഴ്സ് പഠിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് വിട്ടുകളയുന്ന ആളുകളാണ് ഭൂരിഭാഗം എന്ന് പറയാം. കുട്ടികൾക്ക് ആദ്യത്തെ ചിലവർ കോളേജിൽ വെച്ച് തന്നെ ഇട്ടിട്ട് പോയ ഒരുപാട് പിള്ളേരുണ്ട്. അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോയ ആളുകളുണ്ട്. പിന്നെ ഫസ്റ്റ് കേഡർഷിപ്പിങ്ങിൽ തന്നെ പകുതി വഴിക്ക് ഇറങ്ങി ഇനി എനിക്കിത് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പോയ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഇത്രയും ഫീസ് കാര്യങ്ങൾ കൊടുത്ത് പഠിച്ചതും എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നവർ മാത്രം, മനക്കരുത്തുള്ളവർ മാത്രം പോകേണ്ട ഒരു മേഖലയാണ് ഈ ഷിപ്പിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ മനക്കരുത്ത് ഇല്ലാതെ ഈ ഒരു ജോലിയിൽ നിന്ന് പോകാൻ പറ്റൂല. പെട്ടെന്ന് വിഷമിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും പറ്റാത്ത ഫീൽഡാണിത്. അപ്പം അതും എനിക്കിതിലൂടെ നിങ്ങൾ അറിയിക്കണമെന്നുണ്ട്. കാരണം കുട്ടികൾ അതിലേക്ക് ചാടി കഴിഞ്ഞിട്ട് ആ പണവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് പറ്റാത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കളുടെയും നഷ്ടം, കുട്ടികളുടെയും വർഷങ്ങൾ നഷ്ടപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോയത്. അപ്പം എല്ലാം കണക്കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പലരും നമ്മളെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോകുന്നു, ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. കാരണം അവർക്ക് ഒട്ടും അറിയില്ലാത്ത മേഖലയാണ്. അപ്പം നമുക്ക് എന്തോരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പപ്പ പറഞ്ഞ പോലെ IMUവിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള സിലബസും കാര്യങ്ങളും എവിടെയൊക്കെയാണ് മറ്റേ ഇതിന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്, ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും അതേമാതിരി തന്നെ DG ഷിപ്പിംഗ്, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, ഇത് എല്ലാം ഗവൺമെന്റ് ഇതാണ്. അപ്പൊ അവർ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇതെല്ലാം. പിന്നെ പറയാനുള്ളത് പറഞ്ഞു തുടർന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. അപ്പൊ തുടർന്നുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് വേറെ കാര്യങ്ങൾ ഇടയിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പ്രിപ്പയർഡ് ഒന്നും അല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റണത്. അപ്പോൾ ഈ റയന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് ഈ 18 മാസത്തെ കെയർ ഷിപ്പിംഗ് കഴിഞ്ഞ് വന്ന് പിന്നെ അടുത്ത കോഴ്സുകളിലേക്ക് പൈസ ഒരുപാട് നമ്മൾ മുടക്കി ഫീസ് കൊടുക്കണം. അല്ലാതെ ഈ ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഇല്ലേ, അത് വെച്ചിട്ട് ഒരിക്കലും തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പണം മുടക്കാനുണ്ട് മുന്നോട്ട്, ഒരുപാട് പണം. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു പണ ചെലവ് മാത്രമാണ് മാതാപിതാക്കൾ എടുക്കേണ്ടത്. ബാക്കി ഇനിയിപ്പോൾ റയൻ വന്ന് 18 മാസം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കോഴ്സുകൾക്കുള്ള പൈസ, അവരുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഒരാവശ്യത്തിനും എടുക്കാതെ അവരും ഒരാവശ്യത്തിനും എടുക്കാതെ അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ മതി അടുത്ത കോഴ്സ് ചെയ്യാൻ, അല്ലേ? അടുത്ത കോഴ്സ് പിന്നെ എന്തെങ്കിലും പോരായ്മ മാത്രം നമ്മൾ ഇട്ടാൽ മതി. വലിയൊരു എമൗണ്ട് അവർക്ക് തന്നെ ഇടാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം മാതാപിതാക്കൾ അതിലേക്ക് കൊടുത്താൽ മതി എന്നാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായേക്കുന്നത്. കാരണം ചില കുട്ടികൾ കിട്ടുന്ന പൈസ വെച്ചിട്ട് ഇപ്പൊ ഐഫോണ് അല്ലെ ബൈക്ക്, വില കൂടിയ ബൈക്കുകൾ ഇതൊക്കെ അങ്ങോട്ട് എടുക്കും. ഈ കേഡർ ഷിപ്പിങ്ങിൽ കിട്ടുന്ന പൈസ, കേഡർ ഷിപ്പിങ്ങിലാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഇവർക്ക്. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾ സാധനങ്ങൾ മേടിച്ച് പൈസ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പൈസ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇപ്പൊ റയന്റെ അടുത്ത് പറയുന്നുണ്ട്, അതിനകത്തുനിന്ന് പൈസ എടുക്കരുത്, അത് അവിടെ തന്നെ കിടന്നോട്ടെ, എന്നിട്ട് ആ പൈസ വെച്ച് തന്നെ നിനക്ക് മുന്നോട്ട് പഠിക്കാം, ആരുടെയും സഹായം വേണ്ടപ്പ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, എനിക്ക് കിട്ടിയ പൈസ വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഇവർ കിട്ടുന്ന ഈ വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും, ഐഫോണും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ മേടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത പഠനത്തിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനി റയൻ വരുന്ന് പഠിച്ച് കഴിഞ്ഞ് ഈ ഓറൽ ടെസ്റ്റുകൾ, റിട്ടേൺ ടെസ്റ്റുകൾ, അതിന്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ വേറെ ഉണ്ട്. അതാണ് ഇതിന് 40,000 50,000 രൂപ 1 ലക്ഷം രൂപ വരെയുള്ള കോഴ്സുകളുണ്ട്. ഇതിപ്പോ റേഡിയോ ഓഫീസർ GMDSS എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ചെയ്യണം. അത് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ കോഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ മദ്രാസിലോ ഡൽഹിയിലോ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാൻ നേരത്ത് കോഴ്സിന്റെ ഫീ മാത്രമാണ് ഈ 50,000. നമ്മള് അവിടെ ലോഡ്ജ് എടുത്ത് നിൽക്കാൻ നേരത്ത്
ആ ലോഡ്ജിന്റെ ചെലവും നോക്കണം, ഫുഡിന്റെ ചെലവ്, അങ്ങനെയെല്ലാം ആകാൻ നേരത്ത് 1 ലക്ഷത്തിന് മേലെയാവും. അപ്പൊ അക്കോമഡേഷനും ഫുഡും ഒക്കെ അത് വേറെ, ഇത് ഈ ഫീസ് മാത്രം ഇത്രയും വരും. അപ്പോ ഇപ്പൊ ഈ 4 മാസമൊക്കെ റയനൊക്കെ ഇനി പോയി നിന്ന് പഠിക്കുന്നത് കൂടാതെയാണ് ഇപ്പൊ പറഞ്ഞത് ഈ കുഞ്ഞു കുഞ്ഞു കോഴ്സുകളിൽ 20,000 30,000 വെച്ചിട്ട് അങ്ങനെയും ചെലവുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചെലവുള്ള ഒരു സംഭവമാണിത്. അത് മാത്രമല്ല, ഈ ഷോർട്ട് കോഴ്സ് എന്ന് പറയാൻ നേരത്ത് ഇത് ഒരെണ്ണത്തിൽ തീരണമല്ല. റഡാർ ഉണ്ട്, ആർപ ഉണ്ട്, അതുകൂടാതെ എഗ്ഡിസ് ഉണ്ട്, പിന്നെ ഈ ഫയർ ഫൈറ്റിംഗ് അഡ്വാൻസ് ആയിട്ടുള്ള, അപ്പൊ അങ്ങനെ ഒത്തിരി കോഴ്സുകളുണ്ട്. അല്ലാതെ ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ തീർന്നെന്നല്ല, ഒരുപാട്. പിന്നെ വരുന്നത് ഇതിനൊക്കെ അതിന്റെ ഒരു സമയപരിധിയുണ്ട്. അത് എക്സ്പയർ ആകും. ഇപ്പൊ 2 വർഷത്തേക്ക് 5 വർഷത്തേക്ക് അങ്ങനെയൊക്കെ ഇരിക്കുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ വീണ്ടും പൈസ മുടക്കിയിട്ട് ആ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും പഠിക്കണം. അപ്പൊ വീണ്ടും ഒരുപാട് പൈസ നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിഞ്ഞ് പോയതാണ് റിച്ചാർഡ്. ഇനി റിച്ചാർഡ് സെക്കൻഡ് ഓഫീസറായിട്ട് കയറി കഴിഞ്ഞാൽ, സെക്കൻഡ് ഓഫീസറായിട്ട് ഇനി അടുത്ത പ്രാവശ്യം കയറുമ്പോൾ സെക്കൻഡ് ഓഫീസറായിട്ടാണ് അവൻ കയറുന്നത്. അപ്പൊ കൂടുതൽ സാലറി കൂടി, വീണ്ടും സാലറി കൂടണേന്. എന്നിട്ട് പിന്നെ ഇത്തവണ വരുമ്പോഴത്തേക്കും റിച്ചാർഡിന് ചെയ്യാനായിട്ട് ഏത് കോഴ്സാണ് ജാക്സൺ? അത് ചീഫ് മേറ്റ് ആണ്. ഫസ്റ്റ് ഓഫീസറായിട്ട് ചെയ്യാനായിട്ടുള്ള കോഴ്സിനാണ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നേരത്ത് അത് കോഴ്സ്. അത് ചീഫ് ഓഫീസറിന്റെ കോഴ്സ്. അതൊക്കെ നല്ല പണിപ്പാടുള്ളതാണ്, എളുപ്പം തീരുന്ന കാര്യമല്ല. ഒരുപാട് പഠിക്കാനുണ്ട്. സ്ഥിരമായിട്ട് ഇവരിത് ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. ഇവരുടെ ജോലി എന്ന് തീർത്ത് വീട്ടിൽ വരുന്നുവോ അന്ന് വരെ ഇവർക്ക് പഠിക്കാനുള്ള ബുക്കുകൾ പഠിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം കാലം മാറുന്നതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും അവർക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് കോഴ്സുകൾ ഈ ഓരോ സമയത്ത് തീരുന്നതനുസരിച്ച് അത് അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ എന്തെന്നാ ചെയ്യാനുള്ളത്? അപ്പൊ ഈ റിച്ചാർഡ് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ചീഫ് ഓഫീസറിന്റെ കോഴ്സിലേക്ക് കടക്കും. ആ കോഴ്സ് എന്ന് പറയുന്നതും ഏതെങ്കിലും സ്ഥലത്ത്, ദൂര സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ കാക്കനാട് ഉണ്ടല്ലേ, അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഡെയിലി പോയി വരല് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ പഠിക്കുള്ളൂ. ഹോസ്റ്റലിൽ നിന്ന് അത്രയും ഫീസും ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതെല്ലാം എടുത്ത് ഒരു വലിയ എമൗണ്ട് മുടക്കിയിട്ടാണ് ഇത് പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ ഓറൽ ടെസ്റ്റുകളും റിട്ടേൺ ടെസ്റ്റുകളും ഉണ്ട്. ഇതില് എന്ന് പറയുന്നത് ഞാനൊരു കോഴ്സിന്റെ ഒരു ഇത് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സെലസ്റ്റിയൽ നാവിഗേഷൻ, അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പഠിക്കാനുള്ള കാര്യമാണ്. അപ്പൊ സെലസ്റ്റിയൽ നാവിഗേഷൻ, ചാർട്ട് വർക്ക് ഉണ്ട്, ടൈഡ്സ് ആൻഡ് സെയിലിങ്സ് ഉണ്ട്, മെറ്റീരിയോളജി ഉണ്ട്, ബ്രിഡ്ജ് വാച്ച് കീപ്പിംഗ് ഉണ്ട്, എമർജൻസി റെസ്പോൺസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, കാർഗോ വർക്ക്, ഷിപ്പ് സ്റ്റെബിലിറ്റി, ഷിപ്പ് കൺസ്ട്രക്ഷൻ, മറൈൻ ലോ ആൻഡ് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഈ സിലബസിൽ പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ടാണ് എക്സാം പാസ്സായി വരയില്ല. ഇത്രയും കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല സ്ട്രെയിൻ എടുത്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നമ്മള് എന്താണ് വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്ന് കമ്പൈൻ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർ ഇത്രയും ബുക്കുകൾ റെഫറൻസ് ഉണ്ട്. അപ്പൊ കൂടെ ആളുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ റിച്ചാർഡ് വന്നു കഴിഞ്ഞാൽ കാക്കനാട് കോളേജിൽ നിന്നിട്ട് പഠിക്കുമെന്നാ പറഞ്ഞേക്കണത്. എങ്കിലും ഡെയിലി പോയി നമുക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ വരൂല എന്ന് പറയാം. കാരണം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഈ ട്രാവൽ ചെയ്ത് നടന്നാലും നമുക്ക് പഠിക്കാനുള്ള ടൈം നഷ്ടപ്പെടും. അതുപോലെ ഇത് പഠിച്ച് കഴിഞ്ഞാലും ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവരുടെ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഷിപ്പിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് പറ്റിയാൽ വൻ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് അവര് ചെറിയൊരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സാം ടൈമിൽ വന്നു കഴിഞ്ഞാലും ഫെയിലാണ്. അപ്പോൾ അങ്ങനെ കുറെ പ്രാവശ്യം വീണ്ടും പണം കൊടുത്ത് നമ്മൾ എക്സാമിന് ഇരിക്കണം. അതും ഒരുപാട് ചെലവുള്ള കാര്യമാണ്. ചിലവർ മാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ, അതൊരു ഭാഗ്യം കൂടി ചേർന്നിട്ടാണ് കറക്റ്റ് സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓറൽ ടെസ്റ്റിലാണ് കൂടുതലും ആളുകൾ ഫെയിലായി പോകുന്നത്. കാരണം നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ, എഴുതാനായിട്ട് നമുക്ക് ടൈം എടുത്ത് ആലോചിച്ച് എഴുതാം. ഓറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നാണ് മറുപടി കൊടുക്കേണ്ടത്. അത് ചില ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് ഒരു ഭാഗ്യവും പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാൻ പറ്റുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്കും 2 തവണയൊക്കെ കഴിഞ്ഞ് 3-ാം തവണയാണ് പാസ്സാകാൻ സാധിക്കുന്നത്. കാരണം അവർ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പാസ്സാക്കി വിടുന്നത്. ആൾക്കാർക്ക് മാത്രമേ
പെട്ടെന്ന് ആൻസർ ഓറൽ ടൈം ഇതിൽ എഴുത്ത് പരീക്ഷ വലിയ കുഴപ്പമില്ല, നമുക്ക് ആലോചിച്ചിട്ടൊക്കെ എഴുതാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ റിച്ചാർഡ് ഇപ്പോൾ വന്നതിന് ശേഷം ഈ കോഴ്സൊക്കെ എടുത്ത് അത് 2 പ്രാവശ്യം കൊണ്ട് 2 പോക്ക് അല്ലേ, പിന്നെ 2 പ്രാവശ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടി ഷിപ്പിൽ പോയിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയിലുണ്ട്. എന്നിട്ട് റിച്ചാർഡ് പിന്നെ കയറുന്നത് ചീഫ് ഓഫീസറായിട്ട്. ചീഫ് ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സാലറി ഈക്വൽ ടു മാസ്റ്ററാണ്. അപ്പൊ മാസ്റ്ററിന്റെ തൊട്ടടുത്തുള്ള സാലറിയും അവർക്ക് കിട്ടും, ഭയങ്കര വലിയ സാലറി കിട്ടും. അതിനുശേഷം പിന്നെ വന്നിട്ട് എത്ര നാള് സെയിൽ ചെയ്യണം ചീഫ് ഓഫീസറായിട്ട്? 12 മാസം. അപ്പൊ അത് 2-3 തവണ കൊണ്ടായിരിക്കുള്ളൂ ഷിപ്പിൽ കയറി ഇറങ്ങി ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാപ്റ്റന്റെ ഇതില് അതിൽ ഓറൽ മാത്രമേ ഉള്ളൂ, മറ്റേ ഇതൊന്നും ഇത് മറ്റുള്ള കോഴ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓറൽ മാത്രം MMD ചെന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഫ് ഓഫീസറിന്റെ എടുക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ചീഫ് ഓഫീസറിന്റെ എടുക്കാനായി ഇപ്പൊ റിച്ചാർഡൊക്കെ ആ കടക്കാനാണ് ഇനിയത്തെ പരിപാടി. കാരണം അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. ഈ വന്നതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, എങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഇനി റിച്ചാർഡിന് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കൊല്ലം പഠിച്ചതേ ജോലിക്ക് കയറിയെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട. ഇതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അതും മനക്കരുത്തോടു കൂടി നേരിട്ട് പണം മുടക്കി പഠിച്ച് നേടിയാൽ മാത്രമേ ഇതിൽ നിൽക്കാവൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും വലിയ സാലറി കൊടുക്കുന്നത്. വന്നാല് തരണം ചെയ്യാൻ പറ്റിയ ഒരു കഴിവുണ്ടായിരിക്കും, പേടിച്ചു പോകരുത്. ഇപ്പൊ ചിലപ്പോ കൊടുങ്കാറ്റടിക്കും, സൈക്ലോൺ അടിക്കും, അതുകൂടാതെ സുനാമി വരും. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പിന്നെ ഹൈജാക്കിങ് നടക്കുന്നില്ലേ? അങ്ങനെയുണ്ട്, അങ്ങനെ ഓരോ ഏരിയയില്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്, ആ ആക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഗതി നമ്മുടെ കീഴിലുള്ള ആൾക്കാർ വരെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മളാണ് അതിൻ്റെ മാസ്റ്റർ, അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓഫീസർ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ആ ഉത്തരവാദിത്വം നമ്മളവിടെ കാണിക്കണം. അതുപോലെ വേറൊരു കാര്യമുണ്ട് എക്സാം, ആളുകൾ നോക്കുമ്പോൾ ഷിപ്പ് ഇങ്ങനെ നമ്മളുടെ ഇവിടെയൊക്കെ പുറംകടലിൽ ഷിപ്പ് ആളുകൾ കാണുന്നില്ലല്ലോ എങ്ങനെയാണെന്ന്. ഇവിടെ പോകുമ്പോൾ ഒരു ഷിപ്പ് പതിയെ പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പുറംകടലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ ട്രാഫിക് പോലെ തന്നെ ഒരുപാട് ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അപകടം കൂടാതെ ഇത് റിച്ചാർഡൊക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കണം, ഷിപ്പിനെ മുട്ടിയിട്ട് അവിടെ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാ പറഞ്ഞത്. അതിലൂടെ നമ്മൾ ഇപ്പൊ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോണില്ലേ എത്ര തിരക്കിന്റെ ഇടയിൽ കൂടി? അതുപോലെ അല്ല, അത്ര തിരക്ക് വരില്ലേ? ഒത്തിരി ട്രാഫിക്കുള്ള സ്ഥലമാണ് ഷിപ്പിംഗ് റൂട്ട് എന്ന് പറയും. അപ്പൊ ഷിപ്പിംഗ് റൂട്ട് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള റൂട്ട് ഉണ്ട്. അപ്പൊ ആ റൂട്ടിൽ കൂടി നമ്മുടെ ഈ ട്രാഫിക്, നമ്മളിപ്പോൾ ഹൈവേയിൽ പോകുന്ന വണ്ടികൾ മാതിരിയാണ് ഈ ട്രാഫിക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ആ സ്പീഡിൽ പോകാൻ നേരത്ത് ആക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ചിലത് ക്രോസിംഗിൽ വരും. അപ്പൊ ആക്ഷൻസ് ഒക്കെ ഭംഗിയായിട്ട് അത് അഡ്വാൻസ് ആയിട്ട് എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സുകൾ ഇത്രയും സ്ട്രിക്റ്റും അവരിങ്ങനെ ഫെയിലാക്കിയിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ശ്രദ്ധിച്ച് ഫെയിലാക്കി വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് പറയുന്നതും ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ ആ കറക്റ്റ് സമയത്ത് വേണ്ട ആക്ഷൻ എടുത്തില്ലെങ്കിൽ വൻ അപകടമാണ് വരുന്നത്. കാരണം തൊട്ട് ഷിപ്പുകളാണ്. ഇതൊക്കെ തമ്മിലൊക്കെ എന്തൊക്കെ ആയിരിക്കുള്ളൂ. ഓരോ ഇപ്പൊ കെമിക്കൽ, റിച്ചാർഡിന്റെ ഒക്കെ ഷിപ്പ് എന്താണ് കെമിക്കലാണ്. അതൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ തീയാണ്. അതോടുകൂടി കത്തി അമർന്ന് എല്ലാം കത്തി അമർന്ന് അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പൊ റയന്റേതും അത് കെമിക്കലിലാണ്. കെമിക്കലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ സാലറിയാണ് വരുന്നത്. കാരണം അത് കൂടുതൽ അപകടം നിറഞ്ഞ വർക്കാണ്. ഇപ്പൊ റയന്റെ ആണെങ്കിലും റിച്ചാർഡിന്റെ ആണെങ്കിലും കെമിക്കൽ ടാങ്കറാണ്. അതില് അപകട സാധ്യത കൂടുതലാണ്. മറ്റുള്ള ബൾക്ക് മാതിരിയല്ല, ബൾക്കും മറ്റുള്ള കണ്ടെയ്നർ മാതിരിയല്ല. ഇപ്പൊ അരിയും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റി വരുന്ന പോലെ അല്ല കെമിക്കൽ ടാങ്കറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. മറ്റേത് അപകടം വലിയ കത്ത് പിടിക്കൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ല. ഇതൊക്കെ അങ്ങനെയല്ല. ഒരു നിമിഷ നേരം കൊണ്ട് ഷിപ്പിലുള്ള ആളുകളും കംപ്ലീറ്റ് കത്തി അമർന്നിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വൻ റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഇത്രയും പൈസ ഏൺ ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് പൈസ കിട്ടുന്നത്. ഇപ്പൊ ഈ അരിയും ഗോതമ്പൊക്കെ കൊണ്ടുപോകുന്ന ബൾക്കായിട്ടുള്ള സംഭവങ്ങൾക്ക്, അരിയും ഗോതമ്പൊന്നും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതുപോലെ പല സാധനങ്ങളും കൊണ്ടുപോകുന്ന ബൾക്കായിട്ടുള്ള ഇതിൽ ഇത്രയും സാലറി കിട്ടയില്ല ഇല്ലേ? ഷിപ്പില് മർച്ചന്റ് നേവിയിലുള്ള സാലറികളും കാര്യങ്ങളും ഓരോരോ ഓഫീസേഴ്സിന്റെ സാലറികൾ നമ്മൾ അതിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഏതായാലും ഇതിലൂടെ പറയണില്ല. സാലറിയുടെ കാര്യങ്ങളും സ്റ്റൈപ്പൻഡിന്റെ കാര്യങ്ങളൊന്നും പറയണില്ല. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എത്ര രൂപ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്.
അപ്പൊ ഇത്രയൊക്കെയല്ലേ ഉള്ളല്ലേ പറയാനായിട്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യക്കാർക്ക് സൈറ്റിൽ പോയി നോക്കാം. ഈ സിലബസ് എല്ലാം അടിക്കടി മാറിക്കൊണ്ടിരിക്കും. അത് IMOന്റെ സിലബസ് മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കണം. ഓരോ ഇപ്പൊ ക്യാപ്റ്റൻ ആയാലും ക്യാപ്റ്റനും ക്യാപ്റ്റൻ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കണം. ക്യാപ്റ്റൻ ആണ് ഇതോടുകൂടി തീർന്ന് ഇനി ജോലി മാത്രം ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റൂല. ഈ കോഴ്സുകളുണ്ട്, അതിന് വൻ എമൗണ്ട് അതിന് കൊടുത്തോണ്ടിരിക്കണം, ഈ കോഴ്സുകൾ ചെയ്യാൻ കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് പണം നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഈ കോഴ്സിന് വേണ്ടി മുടക്കാനുണ്ട്. അത് ഭയങ്കര ഒരുപാട് പൈസയാണ് കേട്ടോ, കോഴ്സിന് ഒരുപാട് പൈസയാണ് തുടർന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ 10 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തു കഴിഞ്ഞാൽ ഇതോടുകൂടി പിന്നെ ജോലിക്കാരനായെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് എന്താ പറഞ്ഞത്, ഒരു തെറ്റിദ്ധാരണ തിരുത്താനുള്ളത്. ഇപ്പം റയനെല്ലാം ജോലിയല്ല, പക്ഷെ എന്താണ്, അവരൊരു സ്പോൺസർഷിപ്പ് ഉള്ളതുകൊണ്ട് ആ കമ്പനിയുടെ കീഴിലാണ്. അവർക്ക് ഇനി എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാം, അവർ തന്നെ ഇവർക്ക് ജോലി കൊടുത്തോളും, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. കാരണം അതിനുള്ള പൈസയാണ് നമ്മൾ ആദ്യം തന്നെ കൊടുത്തേക്കുന്നത്. നേരെ മറിച്ച് സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിത്തിരി ബുദ്ധിമുട്ട് വരും. കമ്പനികളെ തേടി പിടിക്കണം, അവർക്ക് പണം കൊടുക്കണം, അതിൽ കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് RPSL കമ്പനികളുണ്ട്. അത് DG ഷിപ്പിംഗ് കൊടുത്തിരിക്കുന്ന RPSL നമ്പർ, ലൈസൻസ് നമ്പറാണ്. ആ ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. അതല്ലാത്ത ചില ഈ നമ്പറൊന്നും ഇല്ലാത്ത കമ്പനികളുണ്ട്, അതെല്ലാം ചീറ്റിംഗ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിൽ നിന്ന് പൈസ മേടിച്ച് ചിലപ്പോൾ RPSL നമ്പർ ഇല്ലാത്ത ഷിപ്പിലായിരിക്കുള്ളൂ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർവീസ് കൊണ്ട് ഇവിടെ എക്സാമിനിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. RPSL DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ, അപ്പോൾ അതിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ല. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ആവശ്യം എന്നോട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് അവരോടി ഇവിടെ ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഓടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യണേണ്. അപ്പൊ അതിന് മുൻപേ ഒരു ഇപ്പോഴേ എല്ലാവരും അന്വേഷിച്ച് തുടങ്ങുമല്ലോ എന്തൊക്കെയാ ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പപ്പനെ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തി ചെയ്യിച്ചതാണ് ഈ വീഡിയോ. ഇതിനകത്ത് പെടാതെ പോയ പോയിന്റ്സുകൾ ഉണ്ട്, അതെനിക്കറിയില്ല. ഏതായാലും ഒത്തിരി ടൈമായി. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഈ വീഡിയോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന് സമയമില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഏതായാലും ഈ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ ശരി, എന്നേ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.